കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിച്ച് യുവജനകാര്യക്ഷേമ മന്ത്രിയായി ചുമതലയേറ്റ OJ ജനീഷിൻ്റെ കാര്യം മാത്രം ഓർക്കുക. എന്തൊരു മാറ്റമാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി കുടുംബം നോക്കി. ജനീഷ് പഠിച്ചപ്പോൾ മുതൽ KSUക്കാരനാണ്. പക്ഷെ ജനീഷ് വളരുന്നതനുസരിച്ച് തൃശ്ശൂരിലെ കോൺഗ്രസ് തളർന്നുകൊണ്ടിരുന്നു. ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തു, അടികൊണ്ടു, അനേകം ദിവസങ്ങൾ ജയിലിൽ കിടന്നു. ഒരിക്കൽ പോലും എവിടെയെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ മത്സരിച്ചു, വിജയിച്ചില്ല. ഒന്നാമതോ രണ്ടാമതോ എത്തിയില്ല. എന്നാൽ യാദൃച്ഛികമായി 2 വർഷം മുമ്പ് നടന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽപ്പെട്ട് രാജിവെച്ചു പോയില്ലെങ്കിൽ OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയില്ലെങ്കിൽ OJ ജനീഷിനെ ഇക്കുറി കൊടുങ്ങല്ലൂരിൽ സീറ്റ് കിട്ടില്ല. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ് മത്സരിക്കുമ്പോൾ ജയിക്കുമെന്ന് ജനീഷോ കോൺഗ്രസ് പാർട്ടിയോ വിചാരിച്ചിരുന്നില്ല. തുടർച്ചയായി CPI വിജയിച്ചു പോരുന്ന മണ്ഡലം. ആ സീറ്റ് ആദ്യം പറഞ്ഞത് TN പ്രതാപനായിരുന്നു. എന്നാൽ കൊടുങ്ങല്ലൂരിനേക്കാൾ കൂടുതൽ വിജയസാധ്യത മണലൂരിലാണ് എന്ന് കണ്ടാണ് TN പ്രതാപൻ അങ്ങോട്ട് പോയത്. നോക്കൂ, ചരിത്രത്തിൽ 2 തവണ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു വലിയ UDF കൊടുങ്കാറ്റ് ഇക്കുറി വീശിയടിക്കുന്നു. ജനീഷ് അത്ഭുതകരമായി വിജയിക്കുന്നു. വിജയിച്ചതോടുകൂടി ജനീഷിൻ്റെ ജീവിതം അടിമുടി മാറുകയാണ്. കൊടുങ്ങല്ലൂരുകാരുടെ MLA ജനീഷ് ആകുന്നു. മന്ത്രി ചർച്ചയിലേക്ക് വരുന്നു. ജനീഷിൻ്റെ പേര് ഒരിടത്തും ഉയർന്നിട്ടില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. 3 ഘടകങ്ങളാണ് ജനീഷിനെ മന്ത്രിയാക്കിയത്. 1, ജനീഷ് തൃശ്ശൂർ ജില്ലക്കാരനാണ്, തൃശ്ശൂരിനെ ഒരു മന്ത്രിയെ വേണം. 2, ജനീഷ് ഈഴവനാണ്, ഈഴവ സമുദായത്തിലാണ് മൂന്നാമതൊരു മന്ത്രി കൂടി ആവശ്യമുള്ളത്. 3, ജനീഷ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്, യുവജനങ്ങളെ പിന്തുണച്ചതിൻ്റെ കയ്യടി കിട്ടും. നോക്കൂ എത്ര വേഗമാണ് ജനീഷിൻ്റെ ജീവിതം മാറിമറിഞ്ഞതെന്ന്. അമ്മ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന പണം ജീവിക്കാൻ തികയാത്തത് കൊണ്ട് ജനീഷ് പല പാർട്ട് ടൈം ജോലികളും ചെയ്തിരുന്നു. സെക്യൂരിറ്റി പണിക്ക് പോയിട്ടുണ്ട്, ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ടുണ്ട്, ഒരു വ്യവസായ സ്ഥാപനത്തിൽ നൈറ്റ് ഷിഫ്റ്റിൽ പണിയെടുക്കാൻ പോയിട്ടുണ്ട്, പെരുമ്പാവൂരിൽ പുസ്തകശാലയിൽ സെയിൽസ്മാൻ ആയിട്ടുണ്ട്, ഒരു സൈക്കിൾ കടയിലെ പണിക്കാരനായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ജനീഷ് ജനിച്ചു വന്നത്. ഇതൊന്നും പഴയകാലത്തെ ഓർമ്മകളല്ല, ഈ കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ സംഭവിച്ചവയാണ്. ഇതിനിടയിലാണ് ജനീഷ് മന്ത്രിയാവുന്നത്.